ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലീസ് മാത്യു. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാർസിസിസം എന്താണെന്നും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്നും ഒക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഞാൻ പറയുകയാണെ, നോർമലായിട്ട് ചെറിയ തോതിലുള്ള നാർസിസിസം ഹെൽത്തിയാണ്. അത് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും നമ്മൾക്ക് ഒരുപാട് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. പക്ഷെ അത് അമിതമായി പോയെന്നാൽ ഭയങ്കരമായിട്ട് ദൂഷ്യം ചെയ്യുന്ന ഒന്നുമാണ്. നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലായിരിക്കാം, ഇതുപോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾക്ക് ഇടപെടേണ്ടി വരും. അതൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടല്ലോ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കും. നമ്മൾക്കൊരു ശാന്തി സമാധാനം ഒന്നും കിട്ടത്തില്ല. ആദ്യം നമുക്ക് കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡ് വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളല്ലാതായിട്ട് തീരും. അതിനനുവദിക്കരുത്. ഈ നാർസിസിസം ഉള്ള ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് അമിതമായിട്ടുള്ള ഒരു സെൽഫ് സെന്റേർഡ് ബിഹേവിയർ ആണ്. എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെക്കാളും സുപ്പീരിയർ ആണെന്നുള്ളൊരു ഭാവമാണ്. അതിനിപ്പം പണത്തിന്റെ പേരിലാണെങ്കിലും, അല്ലെ സൗന്ദര്യത്തിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ ആളുകൾ ചുമ്മാ എല്ലാവരുടെയും മുന്നിൽ അവർ വലിയ ആളാണെന്ന് അങ്ങ് ഭാവിക്കണം. അങ്ങോട്ട് എല്ലാവരും അവരെ അതുപോലെ അങ്ങ് വകവെച്ചു കൊടുക്കുകയും വേണം. അതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു സ്വഭാവം. ഈ കൂട്ടർക്ക്, ഈ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർക്ക് എമ്പതി എന്ന് പറഞ്ഞത് തൊട്ട് തേച്ചിട്ടില്ല. എമ്പതി ആവുമ്പോൾ നമുക്ക് ഇച്ചിരി കരുണയും ദയയും ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ ഫീലിങ്സിനൊക്കെ നമ്മൾ വില കൊടുക്കും. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ആ എമ്പതി എന്ന് പറഞ്ഞത് തൊട്ട് തേച്ചിട്ടില്ല. എല്ലാം അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. ഏത് കാര്യവും അവരുടെ ഇഷ്ടത്തിന്, അവരെ പ്രൈസ് ചെയ്യുന്നതിന്, അവർക്ക് പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി അവര് എങ്ങനെയാലും ഒപ്പിച്ചെടുക്കും. അവർ ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിക്കും കേട്ടോ, കാര്യം സാധിക്കുന്നതിന് വേണ്ടി. കാര്യം സാധിച്ചു കഴിയുമ്പോൾ പിന്നെ അവര് കണ്ടാൽ അറിയത്തില്ല. ഈ കൂട്ടർക്ക് ഭയങ്കര അസൂയായിരിക്കും. നമുക്ക് പറയുമ്പോഴേ അറിയാവല്ലോ അല്ലേ? കാരണം തന്നെക്കാളും വലുതൊരാള് കാണരുതെന്ന് പറയുമ്പോൾ ഭയങ്കര അസൂയായിരിക്കും. മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ഡ്രസ്സാവട്ടെ, വീടാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ചെറിയ 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 കാര്യങ്ങളാവട്ടെ, ഒരു പെന്നാവട്ടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്കങ്ങ് അസൂയ അങ്ങ് കയറുവാണ്. അവരുടെക്കാളും മുന്നേ നിൽക്കുന്ന സാധനം വേണം നമ്മൾക്ക് എന്നുള്ളൊരു ഒരു ഫീലിംഗ് അവർക്കുണ്ടാവും. അതിനുവേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ കൂട്ടർ പിന്നെ എന്ത് പറയുന്ന അറിയാമോ? ഇവർക്കാണ് ആക്ച്വലി മറ്റുള്ളവരോട് ഭയങ്കര അസൂയുള്ളത്. പക്ഷെ ഇവരെന്തോ പറയുന്ന അറിയാം, അയ്യോ അവർക്ക് എല്ലാവർക്കും എന്നോട് അസൂയാണ്, എന്നെ കണ്ടിട്ട് അസൂയപ്പെടുവാണ് എന്നും പറഞ്ഞുകൊണ്ട് പറയും. പിന്നെ ഇവർക്ക് ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും. നമ്മൾ വീട്ടിലൊക്കെ ദേഷ്യപ്പെട്ടെന്നിരിക്കും, ചീത്ത പറഞ്ഞെന്നിരിക്കും, അതൊക്കെ ഇരിക്കും. പക്ഷേ പബ്ലിക്കിൽ പോലും നമുക്ക് ഇഷ്ടമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു പോയെന്നാൽ ഒട്ടനെ അവരെ അവിടെ വെച്ച് വഴക്ക് പറയും. ചുമ്മാതെ ഇപ്പൊ ഒരു തുണിക്കടയിൽ പോയിട്ടാണെന്ന് പറഞ്ഞാലും മതി, അവിടെയുള്ള ഒരു സെയിൽസ് ഗേളോ സെയിൽസ്മാനോ നല്ലപോലെ ഒന്നും പെരുമാറിയില്ല, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോയെങ്കിൽ ഒട്ടനെ പിടിച്ചു നിർത്തിയിട്ട് പറയും, നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്, ഇങ്ങനെയാണോ പെരുമാറേണ്ടിയ, ഇതാണോ കസ്റ്റമർ സർവീസ് എന്നും പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് രണ്ട് വഴക്ക് പറയും. ഇതൊക്കെ നാർസിസിസ്റ്റിക് സ്വഭാവമുള്ള ആൾക്കാർ കാണിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഏത് വിധേനയും അവർക്ക് എല്ലാവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് അവരെ അങ്ങ് പുകഴ്ത്തണം. അത് മാത്രമാണ് അവരുടെ ഒരു വിചാരം. ചുരുക്കം പറഞ്ഞെന്നാൽ ഈ കൂട്ടർ വന്നിട്ട് സെൽഫിഷ്നെസിന്റെ മൂർത്തീഭാവമാണ്. കാരണം ഇവര് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് കെയർ ചെയ്യത്തേ ഇല്ല. ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് എടുക്കാൻ ഒരു മടിയില്ല. അന്നേരത്തിന് ചിരിച്ച് വലിയ സ്നേഹം അഭിനയിച്ച് അവരിൽ നിന്നെല്ലാം ഒരു ഹെൽപ്പ് എടുക്കും. എന്നാൽ അവര് എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു നോയോ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവര് ശത്രുവായി, അവരെ പിന്നെ കാണാൻ മേല, അവര് പിന്നെ മോശമായി, പറഞ്ഞറിയിക്കാൻ മേല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ, ഹൊറിബിൾ ആയിട്ടുള്ള ബിഹേവിയർ എന്താണെന്ന്. അപ്പോൾ ഈ നാർസിസിസ്റ്റിന്റെ അബ്യൂസിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരുമാതിരി മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഇമോഷണൽ അബ്യൂസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവർക്ക് നുണ പറയാനായിട്ട് ഒരു മടിയും കാണത്തില്ല. കാരണം എപ്പോഴും അവരുടെ നിലനിൽപ്പാണല്ലോ വേണ്ടിയത്. അതുപോലെ അല്ലെങ്കിൽ സത്യത്തെ ട്വിസ്റ്റ് ചെയ്യാനും ഒരു മടിയില്ല. അവസാനം പറഞ്ഞു വരുമ്പോൾ അവര് ചെയ്തതെല്ലാം കറക്റ്റ് ആണെന്നുള്ള ഒന്ന് സ്ഥാപിച്ചെടുക്കും. അപ്പോൾ നമ്മൾ കണിശമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയൊക്കെ ഫീൽ ചെയ്യാമെന്ന്. നമുക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണോ, ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ മനുഷ്യരിൽ ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരു ഭാര്യയും ഭർത്താവും
ഭാര്യയാണെങ്കിൽ നല്ല സുന്ദരി, ഭയങ്കര മിടുക്കി, നല്ല മാർക്ക് കിട്ടി, ഫസ്റ്റ് ക്ലാസ് കിട്ടി, എല്ലാം പാസ്സായി, ഡിഗ്രി ഒക്കെ എടുത്തു. ഈ കുട്ടിയുടെ കല്യാണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട്, നീ എന്നിട്ട് ജോലിക്ക് പോകണ്ട. അപ്പോൾ കെട്ടിയ ഇടയാകുമ്പോഴത്തേന് അവർ ഓർക്കും, അയ്യോ ശരിയോ, അയ്യോ ജോലിയൊന്നും ചെയ്യണ്ട, എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭർത്താവ് വരുമ്പോഴേക്കിന് കാപ്പിയൊക്കെ ഉണ്ടാക്കി അങ്ങ് സ്നേഹമായിട്ടിരിക്കാനായിട്ടുള്ള കൊതി കൊണ്ടൊക്കെ ഇവർ പറയും, ജോലിക്ക് പോകണ്ട, നല്ല കാര്യം, ടെൻഷൻ ഇല്ലല്ലോ, വറിയില്ലല്ലോ, വീട് മാനേജ് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് അവർ വീട്ടിൽ ചുമ്മായിരിക്കും. എന്നിട്ട് വീട്ടിൽ ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിന് പോകുമ്പോഴോ ആ ഭർത്താവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അല്ലെ ഭാര്യയുടെ ഫ്രണ്ട്സോ എല്ലാവരും കൂടെ കൂടുകയൊക്കെ ചെയ്യുമ്പോഴേതിന് പറയും, ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇവക്കൊരു കാപ്പി ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല, അവക്കല്ലെങ്കിൽ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. ശരിയായിരിക്കാം, 25 വയസ്സാകുന്നിടം വരെ പഠിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല, നീ പഠിച്ചോ എന്നും പറഞ്ഞിട്ട് വിടും. അപ്പം അങ്ങനെ ഈ കൊച്ച് പഠിച്ച് ഡിഗ്രി ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഒരു കല്യാണമാണ്. കല്യാണം കഴിച്ചപ്പോൾ ഇതിനറിയത്തില്ല എങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേലായിരിക്കാം. പക്ഷേ ഈ ഭർത്താവ് എന്നെ അടുക്കും, എല്ലാവരുടെയും മുന്നേ ചെറിയ, ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയത്തില്ല, ഒരു കാപ്പി ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ വെച്ച് പറയും. ആദ്യം ഈ ഭാര്യ അതൊരു ക്രെഡിറ്റ് അല്ല, ഇറ്റ്സ് ഓക്കെ, കാരണം എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ലേ, അതുകൊണ്ട് ഹസ്ബൻഡ് തമാശനെ പറയുവാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് അവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പറയൂ, അവൾക്കൊരു വിവരവും ഇല്ല, അവൾ പറയുന്നതെല്ലാം തെറ്റാ, അതിനകത്തൊരു കഴമ്പും ഇല്ല, അത് എന്നെ അറിഞ്ഞോണ്ട് അത് ഈ പറയുന്നേ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് ആളുകളുടെ മുന്നിൽ വെച്ചങ്ങ് കളിയാക്കാൻ തുടങ്ങും. ഇപ്പൊ ഈ ഭാര്യയുടെ ഫ്രണ്ട്സ് ആരെല്ലാം എന്ന് പറയും, അയ്യോ ഇന്നയാൾ എന്നാ മിടുക്കിയായിരുന്നോ, അവള് അതിന് ഫസ്റ്റ് ആയിരുന്നു, ഇതിന് ഫസ്റ്റ് ആണ് എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അന്നേരം പറയും, ചുമ്മാ അങ്ങ് പറയാതെ, ഇവളെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല, പ്ലെയിൻ ആയിട്ട് പറയും. മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ളവർ പറയുന്നുണ്ടല്ലോ, നമുക്ക് ആദ്യമേ മനസ്സിലാകത്തില്ല ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. കാരണം ആ ആള് പൊങ്ങിപ്പോകരുത്, ആ ഭർത്താവിന്റെ അടിമയായിട്ട് കിടന്നോണം, പുള്ളിക്ക് വേണം സർവാധിപത്യം, അങ്ങനെയുള്ളതിനൊക്കെയാണ് ഇങ്ങനെ ഇടിച്ചു താത്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറയുമ്പോഴൊന്നും സാരയില്ല, ഞാൻ അങ്ങനെയോ നെവർ മൈൻഡ് എന്ന് പോകും. പക്ഷെ കുറേ ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിയുമ്പോഴേതിനുണ്ടല്ലോ ഈ കുട്ടി തന്നെ ഓർക്കും, ഇതെന്താ ഇങ്ങനെ പറയുന്നേ, എനിക്ക് എന്തെല്ലാം നല്ല കഴിവുകളുണ്ട്, ആ കഴിവുകളെല്ലാം ഞാൻ ഒരു കുടുംബം നടത്താൻ വേണ്ടി സാക്രിഫൈസ് ചെയ്തതല്ലേ, എന്നിട്ട് അതിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ലെന്നോ ഓർത്ത് കഴിയുമ്പോഴേത്തിന് ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓർക്കും, അയ്യോ ശരിക്കും എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ, അവർക്ക് അവരുടെ തന്നെ സ്വഭാവം അറിയത്തില്ല, അല്ല എൻ്റെ ഭർത്താവ് 7 നേരവും ഇങ്ങനെയാ പറയുന്നത്, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. ഭർത്താവ് എല്ലാവർക്കും ചിലപ്പോൾ അപ്പനോ അമ്മയോ ആരെങ്കിലും ആകട്ടെ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ശരിക്കും എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ, അവർക്ക് അവരുടെ തന്നെ സ്വഭാവം അറിയാൻ മേല, അയ്യോ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചൊക്കെ ഭയങ്കര മിടുക്കിയായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്ത് പറ്റി, അവർക്ക് തന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ മേലോ, ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കാം എന്നങ്ങ് ഓർത്തു പോകും. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആണുങ്ങൾ അവരുടെ ഭാര്യയെ അടിമയെ പോലെ ട്രീറ്റ് ചെയ്യും, പറഞ്ഞാൽ വലിയ സ്നേഹമാണെന്നെല്ലാം അഭിനയിക്കും. ഈ ഭൂരിപക്ഷം ഭാര്യമാരും എന്നെ എടുക്കും, പോട്ടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം, എനിക്കാണെങ്കിൽ ജോലിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ എന്തോ ചെയ്യും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള സ്ത്രീകൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് അബ്യൂസ് അനുഭവിക്കുന്നവരാണ്. അവരോർക്കും പണ്ടൊന്നും എനിക്ക് ദേഷ്യമേ വരത്തില്ലായിരുന്നു, ഇപ്പൊ എന്താ എനിക്കിങ്ങനെ ദേഷ്യം വരുന്നത്, അപ്പൊ ഞാൻ മോശക്കാരിയാണോ എന്നൊക്കെ അവർ തന്നെത്താനെ അങ്ങ് പഴിക്കും. പിന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കംപ്ലീറ്റ്ലി അങ്ങ് പോകും. എന്നതെങ്കിലും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സജഷൻ പറയാനായിട്ടോ അല്ലെ തന്റെ അഭിപ്രായം രേഖപ്പെടുത്താനോ ഒക്കെ പേടിയായിരിക്കും, ഭയമായിരിക്കും, ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലാതെയായി പോകും ഈ സ്ത്രീക്ക്. കാരണം എന്ത് പറഞ്ഞാലും നമ്മളെ അടിച്ചമർക്കും, ഇല്ലേ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നീ പറയുന്നതെല്ലാം തെറ്റാണ്, ശുദ്ധ അബദ്ധമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ആ സ്ത്രീക്ക്, ഞാനിവിടെ സ്ത്രീ എന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടുതലായിട്ടും ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ കാണുന്നത് പുരുഷന്മാരിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ത്രീയെ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈ സ്ത്രീ വിചാരിക്കും, എന്റെ ദൈവമേ ഞാൻ എന്താ ഇങ്ങനെ ടു സെൻസിറ്റീവ് ആയി പോയത്, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ഉടനെ ഇപ്പൊ എന്താ ദേഷ്യം വരുന്നത്, എന്നിട്ട് പുള്ളിക്കാരത്തി തന്നെത്താനെ പഴിക്കും, അയ്യോ ഞാൻ എൻ്റെ സ്വഭാവം മോശമാണ് അതുകൊണ്ടായിരിക്കും എന്ന് പഴിക്കാൻ തുടങ്ങും. കുറെ കഴിഞ്ഞ് കഴിയുമ്പം ഈ സ്ത്രീ ആണെങ്കിലും ചിലപ്പോൾ എതിര് പറഞ്ഞെന്നിരിക്കും, വഴക്ക് പിടിച്ചെന്നിരിക്കും. അങ്ങനെ പറയുമ്പോഴേത്തിന് പുള്ളിക്കാരനുടനെ ദേഷ്യപ്പെട്ടു അരിശപ്പെട്ടു അതിന്റെ ടോപ്പിലായിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേപ്പോഴേ സ്ത്രീ ഓർക്കും, അയ്യോ എന്റെ കുറ്റം കൊണ്ടാണ്, ഞാൻ അങ്ങനെ തറുതല പറഞ്ഞിട്ടല്ലേ, ഞാൻ അത്രയും ഉറക്കം സംസാരിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ വന്നെന്നും പറഞ്ഞിട്ട് ഇവർ പോയിട്ട് സോറി എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കുക എന്നും പറഞ്ഞിട്ട് വരികയല്ലോ. അത് മറ്റവർക്ക് കുറച്ചുകൂടെ വളവാകത്തേ ഉള്ളൂ. പക്ഷേ ജീവിച്ചു പോകണ്ടേ, ഞാൻ പറഞ്ഞ പോലെ പോക്കടമില്ല, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യും. പിന്നെ ഇനിയിപ്പം എവിടെയെങ്കിലും ചെന്നാലോ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിലോ
ഇപ്പം ചില പ്രശ്നമുണ്ട്. സപ്പോസ് ഈ പെൺകുട്ടിയുടെ പേരൻസ് വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഈ മനുഷ്യൻ എന്തെങ്കിലും ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പറഞ്ഞെങ്കിലൊക്കെ അമ്മയോ അപ്പനോ മോളോട് ചോദിക്കും, മോളെ എന്താ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞ്, മമ്മി അതൊന്നും സാരമൊന്നും ഇല്ല, അത് പുള്ളിയുടെ സ്വഭാവത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അതിനകത്ത് ഒരു കഴമ്പും ഇല്ല, അതാണ്ട് ഇപ്പം സ്നേഹമായിട്ട് തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റന്റ്ലി അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിന്റെ ഡോസ് കൂടിയതായിരിക്കും നമുക്കിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ നാർസിസിസ്റ്റിക് ആൾക്കാര് കോംപ്രമൈസിന് തയ്യാറേ അല്ല. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടെ കാര്യം നടക്കാനായിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ കൂട്ടർ വലിയ സ്നേഹം അഭിനയിച്ച് വന്നിട്ട് ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധ്യമാണെങ്കിൽ നല്ല സ്നേഹം അഭിനയിച്ചൊക്കെ വന്ന് കാര്യം സാധിച്ചിട്ട് പോകും. പക്ഷെ ശകലം പോലും അത് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹവും അവർക്ക് കാണത്തില്ല. കാരണം അങ്ങനെ സ്നേഹമുള്ള ആള് വെറുതെ അവരെ കൊച്ചാക്കി സംസാരിക്കുമോ? അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യയായിട്ട് വലിയ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നിൽക്കുമ്പോഴേ തന്നെ എല്ലാവരും ഓർക്കും, അയ്യോ ശരിയാണ് ഇയാള് ചുമ്മാതെ. അപ്പൊ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവള് ചുമ്മാ പറയുന്നതാണ്, അവൾ അഹങ്കാരിയായിട്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞാണ്ട് എല്ലാവരും ഈ സ്ത്രീയെയാണ് പഴിക്കാൻ പോകുന്നത്. സപ്പോസ് ഇങ്ങനെ ഉള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്, നിങ്ങൾക്കൊരു വോയിസും ഇല്ല, നിങ്ങളെ അടിച്ചമർത്തി ഇട്ടിരിക്കുകയാണ്, അതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടാണ്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചു പോയേക്കാം. അയ്യോ എന്താ ഇങ്ങനെ, എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയെല്ലാം ആലോചിക്കുവാണെങ്കിൽ ശരിക്കും ഒരു സെൽഫ് റിഫ്ലക്ഷന്റെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടണം, അല്ലെ ഒരു നാർസിസ്റ്റിക് പേഴ്സണൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈകല്യമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടിയത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ നാർസിസിസം അല്ലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വകയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ജ്ഞാനം വേണം. ഞാൻ ഇങ്ങനെ അബ്യൂസ് അനുഭവിക്കുന്ന ആളാണോ, സമാധാനമില്ലേ, എനിക്കൊരു വോയിസും ഇല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റുകയല്ലേ എന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അതിന്റെ ആദ്യത്തെ പടിയായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നേരിടാനായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അതിർരേഖ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇപ്പൊ ഈ ഭാര്യ കുറെ സഹിച്ചില്ലേ, എല്ലാവരുടെയും മിന്നു വെച്ച് ഇങ്ങനെ പറയുവാണെ കാപ്പി ഉണ്ടാക്കാൻ അറിയത്തില്ല, ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാൻ മേലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുവാണെങ്കിൽ നേരിട്ട് ഹസ്ബൻഡിനോട് പറയണം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഇത്രയും നാളും എന്നെ ഇതുപോലെയെല്ലാം അപമാനിച്ചു, ഞാനതങ്ങ് ക്ഷമിച്ചു കളയുവാണ്, പക്ഷെ ഇനി മേലെ ഇങ്ങനെ മറ്റുള്ളവരുടെ മിന്നു വെച്ച് എന്നെ കൊച്ചാക്കി സംസാരിക്കാൻ പോയേക്കരുത്. കാരണം ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല, ഞാൻ നല്ല റാങ്ക് ഹോൾഡർ ആണ്, എന്നെ നിങ്ങൾ ജോലിക്ക് വിടാഞ്ഞിട്ടല്ല പോകാതിരുന്നത് എന്ന് പറയണം. എന്നിട്ട് സപ്പോസ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് പറയണം. ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുമായിരിക്കും, അല്ലെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ച് വേഴ്സായ കണ്ടീഷനിലൊക്കെ നമുക്ക് തന്നെ ഇവർക്കൊരു ബൗണ്ടറി ഇടാനൊക്കെ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും നാളും അവർക്ക് സബ്മിസീവായിട്ട് ഇരുന്നിട്ട് ഇന്ന് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർക്ക് കുറച്ചുകൂടെ ദേഷ്യം വരത്തേ ഉള്ളൂ. നീ നാർസിസിസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് തിരിച്ചു വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മളൊരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് പോകണം. കൗൺസിലിങ്ങിന് പോയി കഴിയുമ്പോൾ അവരോട് പറയണം, ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഞാൻ കൗൺസിലിങ്ങിന് പോകും, സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് പോകണം, നിങ്ങളും കൂടെ വരണം, ഇങ്ങനത്തെ സ്വഭാവം നടത്താൻ പാടില്ലെന്നുള്ളത് പറയണം. അപ്പൊ സപ്പോസ് പുള്ളിക്കാരൻ വന്നില്ലെന്ന് പറയാൻ നിങ്ങൾ തന്നെ പോകണം, അവർ വേണ്ട സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യും. കാരണം നമുക്കെല്ലാവർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ അടിയറവ് പറയേണ്ട യാതൊരു കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക്, റെസ്പെക്ട് ആൻഡ് ലവ് അത്യാവശ്യമാണ്. നിങ്ങളുടെ സന്തോഷം ആരെക്കൊണ്ടും ചൂഷണം ചെയ്യിപ്പിക്കാൻ അനുവദിക്കരുത് കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ എന്നതെങ്കിലും ഒരു കുടുംബജീവിതമാണ്, അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് കാണും, ദേഷ്യപ്പെടൽ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും. അതൊന്നും കയറി നാർസിസിസ്റ്റിക് ബിഹേവിയർ ആണെന്നും പറഞ്ഞുകൊണ്ടൊന്നും ലേബൽ ചെയ്യാനൊന്നും പോകരുത്. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പറഞ്ഞ് തീർത്ത് ഇന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇങ്ങനെയൊക്കെ പറയരുത്. അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് പറ, ഞാനത് തിരുത്താമെന്ന് പറയണം. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നേ വെച്ചല്ല എന്നെ ആക്ഷേപിക്കണ്ടേ എന്നുള്ളത് തുറന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം, സ്ത്രീകളെ നിങ്ങൾക്ക് കണിശമായിട്ടും ഒരു ജോലി വേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഹസ്ബൻഡൊക്കെ ഇന്ന് പറയും ജോലിക്ക് പോകണ്ട വേണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയെങ്കിൽ, നമുക്കൊരാവശ്യം വന്നെങ്കിൽ, നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്കത് നേരിടാനായിട്ട് സാധിക്കും. പിള്ളേരെയൊക്കെ വളർന്നൊക്കെ പോകും, അതിനൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ വേണം നിർവചിക്കാൻ, അല്ലെ മറ്റുള്ളവരല്ല നിർവചിക്കേണ്ടത് കേട്ടോ. മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങളോട് വന്നു കഴിഞ്ഞിട്ട് നീ ഒരു
സെൽഫിഷ് ലേഡിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. അപ്പൊ അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകേണ്ടത്. കരുണയും ദയയും സിമ്പതിയും ഒക്കെയുള്ള ഒരു നല്ല ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ ഒരു അവകാശവുമാണ്. പിന്നെ അറ്റ കൈക്ക് ഈ ബന്ധം ശരിയാകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകാനായിട്ടുള്ള ധൈര്യവും വേണം. അല്ലാതെ ഈ കാലയളവിൽ നമ്മൾ ദിവസവും എന്താണ് കേൾക്കുന്നത്? എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഭർത്താവിന്റെയും അമ്മായിയമ്മയുടെയും ഒക്കെ പോരുകൊണ്ട് ആത്മഹത്യ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഒരു നാർസിസിസ്റ്റിക് ബിഹേവിയർ കൊണ്ടാണ്. ഈ കുട്ടിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. വീട്ടിലോട്ട് എന്ന് പറയാൻ പോയെന്നാൽ അവര് പറയും നിന്റെ സ്വഭാവം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്, നീ ഒട്ടും സഹിക്കുന്നില്ല, നീ ഒട്ടും ബെയർ ചെയ്യുന്നില്ല, അങ്ങനെയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ ജീവിക്കാനേ പറ്റുമല്ല, ആത്മഹത്യയായി പോകും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് നമുക്ക് ചെയ്യാനായിട്ടുള്ള അവകാശവും നമുക്കില്ല കേട്ടോ. കാരണം ദൈവം തന്ന ജീവൻ ദൈവത്തിന് മാത്രം എടുക്കാനായിട്ടുള്ള അവകാശമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണം. നമ്മളല്ല എടുക്കണം. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരുടെ അടിമയായിട്ട് ജീവിക്കുകയും വേണ്ട. നിങ്ങൾ അതിന് വേണ്ട കൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിലിംഗ് എടുക്കണം. ധൈര്യമായിട്ട് ബൗണ്ടറീസ് ഇടണം. ഇന്നത് ചെയ്യാൻ പാടില്ല, അതിന്റെ കോൺസിക്വൻസസ് എന്നതായിരിക്കും പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാം. അല്ലാതെ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. അവിടുന്ന് ഇവിടുന്ന് ഇച്ചിരി പറഞ്ഞാലൊന്നും ശരിയാകത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അതിന് ഞാൻ മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ കേട്ടോ. ഗോഡ് ബ്ലസ് യു.